ബാ ആടെ പൊന്നോ ബാ 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 വായോ. ഇന്ന് രണ്ടുപേരും സമരത്തിലാ. നേരം വൈകിന് 9:30 കൊടുക്കണ്ട. സമയം വൈകില്ലേ? എനിക്ക് പണി ഉണ്ടായിരുന്നു. ഒന്നാമത് എനിക്കന്ന് വൈകി. ഇതാ അവിടെ കണ്ടില്ലേ? വാ. ചിക്കൻ പീസ് കുറഞ്ഞാ കഴിക്കില്ല. രണ്ടുപേരും ചിക്കൻ്റെ പീസ് ഉടച്ചു കൊടുക്കണം. അത് കഴിച്ചു. അത് വിശപ്പിൻ്റെ കഴിച്ചത് ഇവിടെ കിടപ്പായി. അതെ അതെ, ഒന്നും അറിയണ്ട, ജോലിക്ക് പോണ്ട, കാശ് ഉണ്ടാക്കണ്ട. വാ കഴിച്ചോ. എത്ര നേരം വിളിക്കുന്നു? ഇവിടെ വരും, അകത്തേക്ക് വരും. സോഫയിൽ വന്നിരിക്കും ആള്. കാക്ക കണ്ടില്ലെങ്കിൽ അടുക്കളേൻ്റെ അവിടേക്ക് വന്ന് വരും. അപ്പുറത്തെ ജനലില്ലേ, അതിലേ വന്ന് എന്നെ വിളിക്കും. ഞാനിവിടെ വാതിൽ തുറക്കാൻ കാത്തുക്കുക. ഇവിടെ നിന്നാണാവോ പറഞ്ഞു വരുന്നത്. ഒരു ദിവസം എൻ്റെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോണ്ട് അവിടേക്ക് വരെ എത്തിയിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. അതെ അതെ, പാവങ്ങളെ ഒരു ജന്മം എന്ത് ചെയ്യലേ. ആ അതെയാ. ആ ആ മുഴുവൻ കഴിക്കേ. പോയി കണ്ടു. സ്പോട്ടിൽ കഴിക്ക്. ഭാര്യയും ഭർത്താവും കൂടിയിട്ടാ വരിക. രണ്ടാളും കൂട്ടാ വരിക. അവര് പണ്ട് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതിന്റെ മുകളിലായിരിക്കാറ്. ഇപ്പോ ഇവിടെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. അതേമാതിരി അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിലാക്കി അവിടെ ബാൽക്കണിയിൽ കൊണ്ടു കൊടുക്കും. എന്ത് കിട്ടിയാലും ബാൽക്കണിയിൽ കാണാം. പിണങ്ങി കിടക്കണ്ട. അതേ കണ്ടില്ലേ, ചോറുണ്ണാണ്ട് നേരം വൈകിന്. ഒരു ദിവസം ഞാൻ അലുമിനിയം പാത്രത്തിൽ അത്തിരി അധികം ഉണ്ടായിരുന്നു. അപ്പം കുഴച്ചിങ്ങനെ വെച്ചു കൊടുത്തു. ആ പാത്രം മാറിയിട്ട് സ്റ്റീലിൽ വെച്ചു കൊടുത്തപ്പോഴേ കഴിച്ചുള്ളൂ. ഇന്നിപ്പോൾ പണക്കത്തിലവള് നേരം വൈകിന്. ഇത് നിനക്ക് തന്നു. ഇല്ല 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 ഇല്ല, ഇത് കേശുവിൻ്റെയാ. തന്നിട്ടുണ്ട് കേട്ടാ. ഇതിന് പിന്നെ വയർ നിറച്ച് വേണോ. അമ്മയുള്ളപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കിടക്കില്ല കേട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുള്ളൂ. ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് തല വെച്ചിട്ട് അമ്മേനെ ഭയങ്കര പേടിയാ. ആ വാശി, ഇവൾക്ക് ഭയങ്കര വാശിയാ. ഇനി വായലൊന്ന് ഉരുട്ടി കൈയോടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യോള്. ആ കൊഞ്ചിക്കണം അവളെ അല്ലേ സ്പോട്ടിയെ. ആദ്യം അവൾക്ക് കൊടുക്കണം. ബൈ ചാൻസ് ഞാൻ പൂച്ചയ്ക്കോ അല്ലെങ്കിൽ കാക്കയ്ക്കോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ മിണ്ടില്ല. ഞാൻ ആദ്യം മോള് കൊണ്ട് വെച്ചിട്ട് ഇവൾക്ക് കൊടുത്ത്. അതെ, എന്തൊരു കുശുമ്പാന്ന് പറയുന്നത്. ഇന്നലെ മഴ പെയ്തുവോ രാത്രി? മിനിഞ്ഞാന്ന്. എന്ത് നേരത്തെയാണല്ലോ മഴയൊക്കെ അല്ലേ? ജൂണിലല്ലേ വരണ്ടേ? അല്ല, വിഷു വരെയുള്ളൂ. അങ്ങനെയാണോ? അപ്പൊ കിണറ്റിൽ വെള്ളം ഉണ്ടാവൂല്ലേ? മഴ ഇനി കുറവാ. കിണറൊക്കെ വേഗം വിറ്റി. ഞങ്ങളുടെ ഇപ്പൊ ബോർവെൽ അടിക്കണത് ഇത്രയും നാളായിട്ട്. അതിന് കറണ്ട് ബില്ല് എത്ര കയറി വരണമെന്ന് അറിയൂ. ഇവിടെയല്ലേ ബോർവെല്, ടാങ്ക് ഇപ്പുറത്താണേ. ഭയങ്കര കറണ്ട് ബില്ല. 7,500 വന്നേ. കഴിഞ്ഞ കൊല്ലം 11. ഈ മാർച്ച് ഏപ്രിൽ മെയ്യില് അടി കിട്ടും. അത് കേശുവിന്റെ ഫുഡ് എടുക്കണ്ട. വരും. ഇപ്പൊ പോയിട്ട് ഇപ്പൊ വീണ്ടും വരും. ഒരു ട്രിപ്പ് കഴിഞ്ഞു. 6:30 കഴിഞ്ഞു. ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു. എന്ത് ഇതിന് മേക്കണെങ്കിൽ ഇത് ചിലപ്പോഴേ മുകളിലേക്ക് കയറാണ്ട് അവിടെ ഇരിക്കും. കയ്യിലൊരു ചിക്കൻ പീസും കൊണ്ട് പോകണമെന്നാ മാത്രമേ കയറുള്ളൂ. ഈ പണിയുടെ തിരക്കിൻ്റെ ഇടയിലേ എളുപ്പമല്ല. ഞാൻ പറഞ്ഞു വല്ല ഹോസ്റ്റലും ഉണ്ടാക്കാൻ അവിടെ. ആര്? അപ്പൊ പോയി. ഞാൻ എണീക്കാൻ വൈകി. അമ്മയില്ലാത്തതുകൊണ്ട് പതുക്കെ എത്രയായാലും എൻ്റെ പണി കഴിയും. അമ്മ ഉള്ളപ്പോൾ ഒരു ചിട്ടയുണ്ട്. പണ്ടത്തെ ആ ഒരു ചിട്ടയുണ്ട്. അതെ, അമ്മയ്ക്കാണെങ്കിൽ നേരത്തെ എണീക്കണം എന്നുള്ള നിർബന്ധ. ചില 7 മണി വിട്ട് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും.
പക്ഷെ അത് നല്ലൊരു ഇതാ. പണ്ട് പറയില്ലേ സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്കും കുളിക്കണം. അതെ അതെ, ഞാന് മോൻ പോയപ്പോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെ. 3:30 എണീറ്റിട്ട് എനിക്ക് ഉറക്കണ്ടായിരുന്നില്ലേ, അപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പൊ ഇത് കണ്ടു, അന്നാ കണ്ടു, എനിക്കറിയാം അവളെത്തുന്നു.